എടി നിനക്ക് അല്പമെങ്കിലും വിവരം ഉണ്ടാ? നീ അല്ലാതെ ആരെങ്കിലും വീടിന്റെ ചാവി ഈ ചെടിച്ചട്ടിയിൽ ഇട്ടിട്ട് പോകും? നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുന്ന സമയമുണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യണ്ടെന്ന് കരുതി വെച്ചതാ. ഞാൻ ജസ്റ്റ് ഇപ്പുറത്തെ കട വരെ പോയതല്ലേ. മണ്ടത്തരം കാണിച്ചിട്ട് നീ ന്യായീകരിക്കല്ലേ? എടി ഈ സമയത്ത് ഏതെങ്കിലും കള്ളന്മാർ വീട്ടിനകത്ത് കയറെങ്കിൽ നീ എന്തോന്ന് അറിയായിരുന്നു? എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഷൂറാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെയാ താക്കോല് വെക്കുന്നത്. ആ ഓർമ്മയിൽ വെച്ചതാ. ബെസ്റ്റ്. ഇപ്പോഴല്ലേ മനസ്സിലായോ നീ എന്ത് ഇങ്ങനെ ആയി പോയെന്ന്? ആദ്യം നിന്റെ വീട്ടുകാർക്ക് വേണ്ട വിവരം. ഇനി ഇതുപോലെ എവിടെയെങ്കിലും പോണെങ്കിൽ ചാവി അപ്പുറത്തെ വീട്ടിൽ കൊടുത്തിട്ട് പോയാൽ മതി. അല്ല നിന്റെ അതിബുദ്ധി ഒന്നും ഇവിടെ കാണിക്കണ്ട. ഇതാണോ തന്റെ പ്രോജക്ട് പ്ലാൻ? ഇവിടെ തന്നെ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം ഉണ്ടോ? ക്ലയന്റിന്റെ ബേസിക് റിക്വയർമെന്റ് മനസ്സിലാക്കിയതാണ് താൻ എന്നാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. 3 ദിവസത്തിനകത്ത് ഇതിന്റെ റിവേഴ്സ് പ്ലാൻ എനിക്ക് കിട്ടിയിരിക്കണം. കേട്ടല്ലോ? എടി നിന്റെ തലയ്ക്കകത്ത് ഒരു അല്പമെങ്കിലും ആൾതാമസം ഉണ്ടോ? ഒരു കാര്യം വൃത്തിയായി ചെയ്യൂല. ഹോസ്റ്റലും പി ജിയിലും ഫുഡൊക്കെ കഴിച്ച് നാക്ക് തന്നെ ചത്തിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് മനസ്സൊന്നറിഞ്ഞ. എടി പണ്ട് നീ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പ്ലാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? നീ അതുപോലെ ഒരെണ്ണം തുടങ്ങ്. ഇമാതിരി ഫുഡൊക്കെ ആണെങ്കിൽ സംഗതി ഹിറ്റാവുന്ന ഗ്യാരണ്ടിയാ. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാത്തതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. നിനക്കിത് എന്ത് പറ്റിയടി? ഞാൻ വന്ന മുതൽ ശ്രദ്ധിക്കാം. ഒരുമാതിരി ജീവിതം വെറുത്ത അമ്മച്ചിമാരെ പോലെയാണ് സംസാരിക്കുന്നത്. ശരിയാടി, എനിക്ക് ജീവിതം തന്നെ വെറുത്തിരിക്കും. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട് ഷിഫ്റ്റ് ചെയ്തേ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? പിന്നെന്താ, പോവല്ലോ. നമുക്ക് രണ്ടുപേർക്കും 2-3 ദിവസത്തേക്കുള്ളിൽ ഒന്നും ലീവ് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ലൊക്കേഷൻ വേണം പ്ലാൻ ചെയ്യാൻ. ശ്രേയക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് പാർട്ടിയുടെ അടുത്ത് നീ ചോദിക്കണത്. എടാ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 3-4 വർഷമായി. തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേര് പോലെ അവക്കറിഞ്ഞൂടാ. നമുക്ക് വർക്കല പോയാലോ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആണെന്ന് നോക്കിയിട്ട് പറയാം. അതനുസരിച്ച് നമുക്ക് ലീവ് പ്ലാൻ ചെയ്യാം. എങ്കിൽ ഞാൻ അടുത്ത വീക്ക് ഫ്രീ ആക്കാം. ശ്രേയക്ക് അത് ഓക്കെയാണോ? അവക്കെന്തോ നോക്കാവേ. 24 മണിക്കൂർ അവൾ ഇവിടെ ഫ്രീ തന്നെ. എടി ശ്രേയ, നീ ഇവിടെ ചുമ്മാ കുത്തിയിരിക്കല്ലേ? അറ്റ്ലീസ്റ്റ് നിനക്ക് ബാത്റൂമെങ്കിലും ഒന്ന് കഴുകിയിട്ടൂടെ? പതുക്കെ ക്ലച്ച് ഔട്ട്. എടി നിനക്ക് ഇതുവരെ ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്തെന്ന് അറിഞ്ഞൂടെ? ഇനി ഗിയറിലിട്ടിട്ട് വണ്ടിയും കൂടെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ മതിൽ കൊണ്ട് ഇടി. ഇവക്കൊക്കെ ആര് ലൈസൻസ് കൊടുത്തതുണ്ടോ? നീ ഓടിച്ചത് മതി, വണ്ടി നിറയിക്കേ. അറ്റ്ലീസ്റ്റ് വണ്ടി ഓടിക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും വേണം. ഓരോ കാര്യത്തിനും എന്നെ കുറ്റം പറഞ്ഞ് എനിക്കിപ്പോ പുള്ളി അടുത്ത് വരുന്നത് ഒരു പേടിയാ. ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നത് പോലുമില്ല. എടി
ഇതൊക്കെ സഹിച്ച് ജീവിക്കാൻ നിൽക്കുന്ന വട്ടാണ്. പുള്ളി വായ തോന്നൊക്കെ നിന്നെ വിളിച്ച് പറയുവാണെങ്കിൽ അതിന് സ്പേസ് കൊടുത്ത നീയാ. മനുഷ്യനായ അല്പമെങ്കിലും സെൽഫ് റെസ്പെക്ട് വേണം. ഓരോ ദിവസം നീ മണ്ടിയാണ്, നിനക്ക് വിവരമില്ല, നിനക്ക് ബുദ്ധിയില്ല, ഇങ്ങനെ കേട്ട് കേട്ട് ഞാനല്ലാതെയാണ് ജീവിക്കുന്നത് ഇവിടെ. ഞാനൊരു വേസ്റ്റ് ആണെന്ന് വരെ തോന്നിപ്പിച്ച ഇവരെല്ലാരും കൂടി. ഒരു ജോലി വാങ്ങണമെന്ന് ആഗ്രഹത്തിന് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകാനുള്ള കോൺഫിഡൻസ് പോലും എനിക്കില്ല. എടി പുള്ളി നിന്നെ മണ്ടി പറയുവാണെങ്കിൽ അതിന്റെ അർത്ഥം നീ മണ്ടിയാണെന്നല്ല. അങ്ങയുടെ ഒപ്പീനിയൻ അല്ല നിന്റെ റിയാലിറ്റി. നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ കഴിവ് എന്താണെന്ന് നീ ആരാന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ വാക്ക് വിശ്വസിക്കാതെ നീ ആദ്യം നിന്നെ തന്നെ വിശ്വസിക്കും. ശ്രേയ, അങ്ങേരക്ക് നിന്നെ വിലയില്ലാത്തത് പോട്ട്. ആദ്യം നിനക്ക് നിന്നോട് ഒരു വില ഉണ്ടാവണം. ഈ പോയിന്റിൽ നീ എത്ര മാത്രം കേപ്പബിൾ ആണ് പ്രൂവ് ചെയ്യേണ്ടത് നീ നിന്നെ തന്നെയാ. എന്താ? ഞാനിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുക. ബിസിനസ്? എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവുമല്ലോ നിനക്കില്ല. അപ്പോഴാ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിനക്കെന്തടി പറഞ്ഞാൽ മനസ്സിലാവൂലേ? നീ ഉണ്ടാക്കി തന്ന ആഹാരം ഞാൻ തന്നെ ഇവിടെ കഷ്ടിച്ചാണ് കഴിക്കണത്. അത് ഞാൻ നാട്ടുകാരെയും കൂടെ തീറ്റിക്കണമായിരിക്കും. ഞാനതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു. 1 മാസം നോക്കട്ടെ. നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിയേക്കാം. നീ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇത് ഫുഡ് ബിസിനസ്സാണ്. എന്തേലും പ്രശ്നം വന്നാൽ തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്തോണം. സാർ, ഞാൻ സൈറ്റിൽ പോയിരുന്നു. അല്ല, താനൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ഇന്നലെ ജോയിൻ ചെയ്ത പിള്ളേരും തന്നെയൊക്കെ എഫിഷ്യൻ്റ് വർക്ക് ചെയ്യും. സാർ, എന്താ കാര്യം? ഓ, അപ്പൊ പ്രശ്നം എന്താന്ന് പോലും അറിയില്ല. ഷെഡ്യൂൾ അനുസരിച്ച് 12 ഫ്ലോറിന്റെ പണി കംപ്ലീറ്റ് ആവുള്ളതാണ്. ഇതുവരെ 7 ഫ്ലോർ പോലും ആയിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ താൻ തന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇവിടെ പണിയൊന്നും കംപ്ലീറ്റ് ആവാൻ പോകുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, തൻ്റെ വർക്കൊക്കെ തൻ്റെ ജൂനിയേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് അവന്മാരത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് താൻ കണ്ട് പഠിക്കും. ഓഹോ,
അപ്പൊ ഇത്രയും നാൾ ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത ഞാൻ ഇന്നലെ വന്ന ജൂനിയേഴ്സിന്റെ കീഴിൽ ജോലി ചെയ്യണമായിരിക്കും. എന്റെ എഫിഷ്യൻസിയെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. അതിന് താ അളക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ 24 മണിക്കൂർ കുറ്റം മാത്രം പറയുന്ന തന്നെ പോലെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. ശ്രേയ നിക്ക്. നീ ഇത്ര നേരം എവിടെ പോയിരുന്നു? അത് ഞാൻ നാളത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയത്. സ്വന്തം ഭർത്താവിന് തന്നെ അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നിട്ടാണ് നാട്ടുകാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ നടക്കുന്നത്. എടി, ഈ ഡപ്പയിൽ കുറച്ച് ചോറുണ്ടാക്കി വിറ്റെന്ന് പറഞ്ഞ് നീ വലിയ ആളൊന്നും ആവില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കാൻ പഠിക്കും. അതിനുപോലും ഗതിയില്ലാത്തവളാ ബിസിനസ് ഉണ്ടാക്കാൻ നടക്കണം. മതി, നിർത്ത്. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല, നിങ്ങളുടെ പാർട്ട്ണറാ. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഒരിക്കൽ പോലും എനിക്ക് ആ വില തന്നിട്ടില്ല. പാർട്ട്ണറാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം ഒന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യയായിട്ടെങ്കിലും ട്രീറ്റ് ചെയ്തുകൂടെ? ഏതായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. 24 മണിക്കൂർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ പോലെ ഒരുത്തന്റെ കൂടെ ഞാനും ജീവിക്കുന്നില്ല. അല്ലെങ്കിൽ 24 മണിക്കൂർ കുറ്റം മാത്രം പറയുന്ന തന്നെ പോലെ ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. ഇവിടെ തന്നെ തലയ്ക്കകത്ത് എന്തെങ്കിലും ആൾതാമസം ഉണ്ടോ? നിന്റെ തലയ്ക്കകത്ത് ഒരു അല്പമെങ്കിലും ആൾതാമസം ഉണ്ടോ? ഒരു കാര്യം പ്രത്യേകം ചെയ്യൂല. എടി, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഫാൻ അണയ്ക്കണമെന്നുള്ള ബോധം നിനക്കില്ലേ? മണ്ടത്തരം കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കല്ലേ? നിനക്കെന്തടി പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിനക്ക് ഇതുവരെ ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നടക്കൂലേ? അതങ്ങനെ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവൂ. എടി, നിനക്ക് എത്ര വിവരമുണ്ട്? എന്റെ വൈറ്റ് ഷർട്ട് നിന്ന് ഇതിന്റെ കൂടെ എടുത്ത് നിനക്കേട്ടത്. എടി, നിനക്ക് അല്പമെങ്കിലും സെൻസ് ഉണ്ടോ? നിനക്കും വിവരമില്ല, നിന്റെ അച്ഛനും വിവരമില്ല. ഈ ചെറിയ കാര്യം പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ല. എടി, ഈ ഡപ്പയിൽ കുറച്ച് ചോറുണ്ടാക്കി വിറ്റെന്ന് പറഞ്ഞ് നീ വലിയ ആളൊന്നും ആവില്ല. കൺഗ്രാലേഷൻസ്. ഇന്ത്യയൊക്കെ അടിപൊളിയായിരുന്നു ചെയ്തിട്ടുള്ളത്. എടാ, സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഷെയർഡ് ഐഡിയ. ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചത് മുതൽ ഈ ഫർണിച്ചേഴ്സും ഡിസൈൻസും ഓരോന്നും അവൾ നോക്കിയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കേട്ടോ. ഏതായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിനക്ക് അല്പമെങ്കിലും വിവരമുണ്ട്. നിന്റെ തലയ്ക്കകത്ത് ആൾതാമസമുണ്ട്. ഇങ്ങനെയൊക്കെ സ്വന്തം ഭാര്യയെ ബുദ്ധിയില്ലെന്ന് പറയുന്നു. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാര്യമാരാദ്യമേ തിരിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ട് സഹിക്കുമ്പോൾ ഒരു പോയിന്റിൽ ഭർത്താക്കന്മാർക്ക് നിങ്ങളെ എങ്ങനെയും ട്രീറ്റ് ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അതിനുള്ള സ്പേസ് നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കണം.
നിങ്ങൾ തന്നെയാണ്. ഇനി ഭർത്താക്കന്മാരോടൊരു കാര്യം, നമ്മുടെ ഭാര്യമാർ നമ്മളിൽ നിന്ന് ഏറ്റവും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അപ്രിസിയേഷനാണ്. അവരെ ഓരോ ദിവസവും സപ്പോർട്ട് ചെയ്യുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട നമ്മൾ തന്നെ അവരെ കുറ്റപ്പെടുത്തിയാൽ അത് അവരിലുണ്ടാക്കുന്ന ഇമോഷണൽ ഡാമേജ് ചെറുതല്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഓരോ മനുഷ്യർക്കും പലതരം സെൽഫ് ഡൗട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരാൾ വന്നിട്ട് നമുക്ക് ബുദ്ധിയില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നൊക്കെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ അറിയാതെയെങ്കിലും നിങ്ങൾ ഇത്തരം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഓരോ സ്ത്രീകളും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SK ടോക്സിൻ്റെ വീഡിയോസ് സ്ഥിരമായി കണ്ടിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന India's #1 language academy. IELTS, OET, German, PT, French, NCLEX are Neetu's Academy.